വിദ്യാഭ്യാസ രംഗത്ത് കേരളം വീണ്ടും ഒരു പുതിയ മുന്നേറ്റത്തിലേക്ക്. ഇനി സ്കൂളുകളിൽ കുട്ടികൾക്കു വേണ്ടിയുള്ള സൂംബ ഡാൻസ് ക്ലാസുകൾ. മാനസിക ആരോഗ്യത്തിനും ശാരീരിക ക്ഷമതയ്ക്കുമുള്ള സർക്കാർ പരിഗണനയ്ക്ക് പിന്തുണയുമായി പുതിയ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഈ ആശയം മുന്നോട്ട് വെച്ചതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധ സൂംബയിലേക്കും തിരിഞ്ഞത്. ചെറിയ ബെല്ല് കൊടുക്കുന്നു, എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനും വിദ്യാഭ്യാസ മന്ത്രി ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്, ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. ഫിറ്റ്നസിനും മാനസിക ആരോഗ്യത്തിനും ഉത്തമ മാർഗമായാണ് സൂംബ ഡാൻസ് പരിഗണിക്കുന്നത്. ദൈനംദിന പഠനത്തിലെ സമ്മർദ്ദത്തിൽ നിന്ന് മോചനം നൽകാൻ വിദ്യാർത്ഥികൾക്കു വേണ്ടി ആരോഗ്യപൂർണമായ ഒരു ഇടം ഒരുക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഡാൻസിൻ്റെ ലഹരിയിലൂടെ കുട്ടികൾക്ക് കൂടുതൽ ആവേശവും ആത്മവിശ്വാസവും ലഭിക്കുമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ. ലഹരിമുക്ത ക്യാമ്പസ് നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഈ പുതിയ ശ്രമം. മാനസിക സമ്മർദ്ദം കുറച്ച് പഠനം ആസ്വാദ്യകരമായി മാറ്റുക എന്നതാണ് ഉദ്ദേശം. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരെ തടയാൻ കഴിയുന്ന സൂംബ ഫിറ്റ്നസ് ചെറിയ പ്രായത്തിൽ തന്നെ ശാരീരിക ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിനോദപരമായ ഉപാധിയായി മാറുകയാണ്. ഇതിനായുള്ള പരിശീലനവും ആവശ്യമായ മാർഗനിർദ്ദേശവും അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകാനാണ് പദ്ധതിയുടെ അടുത്ത ഘട്ടം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഒരു ന്യൂസ് കണ്ടു. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം, മാനസിക ആരോഗ്യം, ശാരീരിക ക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂള് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിവരം സ്റ്റാഫിലും PTA അറിയിച്ചപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇവിടുത്തെ തന്നെ നന്ദന ടീച്ചർ അത് പ്രാക്ടീസ് ചെയ്യിക്കുകയും നമ്മുടെ കുട്ടികൾ തന്നെ അതിൽ വൈദഗ്ധ്യം നേടി മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. കൊടിയത്തൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം നമ്മുടെ തോട്ടുമുക്കം ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അത് ലോഞ്ച് ചെയ്യുകയും അതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാരും പ്രതിനിധികളും അടക്കമുള്ളവരെത്തുകയും ചെയ്തത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമായി. രക്ഷിതാക്കളും കുട്ടികളും പഞ്ചായത്ത് അടക്കം എല്ലാവരും അതിനെ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ ഓൾറെഡി കരാട്ടെ, ഫുട്ബോള്, ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം സമയം കണ്ടെത്തി സ്കൂൾ സമയത്തിൽ പാഠ്യസമയത്തിന് പുറമെ കണ്ടെത്താനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകളുടെ പഠന രീതികളിൽ മാറ്റം വരുത്തണമെന്ന ഒരു നിർദ്ദേശം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തോട്ടുമുക്കം UP സ്കൂളിൽ ഇന്ന് സുംബ ഡാൻസിന്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശരിക്കും കുട്ടികളുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് കുട്ടികളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തികച്ചും ഇത് ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. നിലവിൽ സ്കൂളിൽ ആഴ്ചയിൽ ഒരു പീരീഡ് ആണ് കാണുന്നത്. ഭാവിയിൽ എല്ലാ ദിവസവും എന്നോണം കുട്ടികൾക്ക് ഈ ഒരു സുംബ ഡാൻസിന്റെ പ്രയോജനം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യവും ആനന്ദവും കൈകോർക്കുമ്പോൾ വിദ്യാലയങ്ങൾ കൂടുതൽ ഉല്ലാസഭരിതമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ജീവിക്കാൻ ഇഷ്ടമുള്ള കാലഘട്ടം തുടങ്ങുകയാണ്. മലയാളം പൾസ്.